ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന മെഗാമാളിലാണ്. മെഗാമാളിൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തേരാപ്പാര ചുറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാട്ടോ മെഗാമാള്. ഇത് ഷാർജയിലെ മെഗാമാള് കേട്ടോ. ഇവിടെ ഒരുപാട് ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് വ്ളോഗാണ്. നമ്മുടെ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് തുടങ്ങുന്നതാണ്. അതുകൊണ്ട് വ്ളോഗൊന്നും ചെയ്യാൻ അറിയത്തില്ല, പുതിയതായിട്ട് ചെയ്യുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കത്രി ഇവിടെ ഇങ്ങനെ തേരാപ്പാര നടക്കുന്നുണ്ട്. റെട്രീസ് എന്ന് പറഞ്ഞിട്ട് ഷോപ്പ്. പക്ഷെ ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നല്ല സ്മൈലിയിലൊരു സാധനമൊക്കെ. ഇത് ഇതിൻ്റെ ഒരു ഇവന്റ് നടക്കുന്ന വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് സ്മൈലികളും കാര്യങ്ങളൊക്കെ കൊണ്ട് അലങ്കരിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ. ഇവിടെ മൊത്തം 3 ഫ്ലോറാണ് കേട്ടോ. അതായത് 3ാമത്തെ ഫ്ലോറിലാണ് കിഡ്സിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. എന്താ പറയണമെന്ന് അറിയത്തില്ല ഗൈസ്, ചുമ്മാ ഇങ്ങനെ ക്യാമറ പിടിച്ച് തേരാപ്പാര നടക്കുവാണ്. അപ്പോൾ ആദ്യത്തെ വ്ളോഗ് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. സദയം ക്ഷമിക്കുക. ഇവിടെ ഇങ്ങനെ തേരാപ്പാര. ഇത് നമ്മൾ നടന്നു വന്നിട്ട് ഇത് എക്സിറ്റാണ് കേട്ടോ. നമുക്ക് അപ്പുറത്തെ വഴി കൂടി നൽകാം. മറ്റേ ഗൈസ് അവിടെ മറ്റേ ഞാൻ പറഞ്ഞ സ്മൈലി ഇവന്റ് ഇല്ലേ, അത് നടക്കുന്നുണ്ട് കേട്ടോ. ആ സ്മൈലി ഇവന്റ് നമുക്ക് നോക്കിയിട്ട് ഇതാ സംഭവിക്കുക. സ്മൈലികളൊക്കെ കൊണ്ട് ഫുള്ള് അലങ്കരിച്ചിട്ട് ഇതെന്തൊക്കെ ഗെയിമാണ് കേട്ടോ. എന്തിന്റെ ഗെയിമാണ്. ഇവിടെ വീഡിയോ എടുക്കുന്നത് കുറ്റകരമെന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്താ സംഭവം, നമുക്ക് ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് പോവാം. എവിടെ ആയാലും വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുകളിലോട്ട് പോവാം. മുകളില് മറ്റേ പിള്ളേർക്കുള്ള സെക്ഷനിലോട്ട് നമുക്ക് പോവാം കേട്ടോ. പിള്ളേരുടെ സെക്ഷനിൽ ഒരുപാട് കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെന്നാണ്. നല്ല രസമാണ് അവിടെ പോയി കുറച്ചു നേരം കറങ്ങാം കേട്ടോ. ഇത് മുകളിലോട്ട് പോകുന്ന വ്യൂ ആണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇത് കാണാൻ നല്ല അടിപൊളിയാട്ടോ. കണ്ടോ, ഇവിടെ മുകളിലെന്ന് പറയുമ്പോൾ ഇവിടുത്തെ കുറേ മറ്റേ ബ്രാൻഡഡ് കമ്പനികളാട്ടോ ഫുള്ളുള്ളത്. ഡൈസോ ജപ്പാന് അങ്ങനെ എന്തൊക്കെ പറഞ്ഞൊരു സാധനം. ഇത് ബ്രാൻഡ് ഫോർ ലെസ് എന്ന് പറയുന്ന ഷോപ്പാട്ടോ. ഇവിടെ നമ്മളെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഡിസ്കൗണ്ട് പ്രൈസിന് കിട്ടുന്ന ഒരു പരിപാടിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഗൈസ്, എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ തേരാപ്പാര നടക്കുകയാണ്. അടുത്തത് ഇവിടുന്ന് ഇതിൻ്റെ മുകളിൽ, ഇതിപ്പോൾ സെക്കൻഡ് ഫ്ലോറാണ്. നമുക്ക് പോകേണ്ടത് ഏറ്റവും മുകളിലെ ഫ്ലോറിലാണ്. അപ്പോൾ ഏറ്റവും മുകളിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഇത് ബോഡി ഷോപ്പ്. ഇതുണ്ട് ബോഡി ഷോപ്പ്. ബോഡി സാധനങ്ങൾ മാത്രം. ഇതൊക്കെ ഭയങ്കര പ്രീമിയം കേട്ടോ. കത്തി വിലയാണ്, മനുഷ്യനെ കൊല്ലുന്ന റേറ്റാണ്. പിന്നെ 3ാമത്തെ സെക്ഷനിലോട്ട് നമ്മൾ കിടക്കുകയാണ് ഗൈസ്. സ്റ്റെപ്പൊക്കെ കയറി 3ാമത്തെ സെക്ഷനിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും. 3ാമത്തെ നില ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി ഇതിൻ്റെ മുകളിൽ ഇനിയും പോകണം. അത് നമുക്ക് പോകേണ്ടത് ആ കാണുന്ന അവിടെയാണ് പോകുന്നത്. ഏറ്റവും മേലായ ഇതുണ്ടോ, ആ ഭാഗത്താണ് നമുക്ക് പോകേണ്ടത്. ആ ഭാഗത്ത്, ആ ഇരുട്ടുള്ള ഭാഗമല്ലേ, അവിടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പം എക്സിലേക്ക് വീണ്ടും യാത്ര. ഇനി ഇതുപോലെ ഒരു ചുറ്റും കൂടെ അവിടെ അങ്ങോട്ട് ചുറ്റണം. അത് ചുറ്റിയിട്ട് വേണം നമുക്ക് മുകളിലോട്ട് പോകാൻ. ഇതെന്തോ ബ്രാൻഡ് ബസ്സാണ്. ഇവിടെ ബ്രാൻഡഡ് ഐറ്റംസ് ആണ് കേട്ടോ. ഫുള്ള് ബൈ 2 get 1 ഫ്രീ ഓഫറൊക്കെ ഉണ്ടല്ലോ. ബ്രാൻഡ് ബസ്സാണ്, കൊള്ളാം കേട്ടോ. 49 ദിവസത്തിനൊക്കെ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടല്ലോ.
നല്ല ഓഫർ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അത് ഈ 35 ദീർഘത്തിന് സൈസ് 35 കേട്ടോ. 49 ദീർഘത്തിന് ഈ ചെരുപ്പ് പോളോ US പോളോ ചെപ്പല്. ഇത് വീട്ടിലിടാനൊക്കെ നല്ല രസമുള്ള ചെരുപ്പല്ലേ. 49 ദീർഘം. നല്ല അടിപൊളി സ്കെച്ചേഴ്സിന്റെ ഷൂ ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. 40 സൈസാണല്ലോ ഇതിന്. റേറ്റ് നല്ല റേറ്റ് ഉണ്ടാവോ. ഇതുണ്ട് കേട്ടോ 199. 119 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 5000 രൂപയ്ക്ക് അടുത്ത് വരുന്നു. ബൈ 2 get 1 ഫ്രീ. US പോളോയുടെ ചപ്പലാണ് കേട്ടോ. ബൈ 2 1 ഫ്രീ. കൊള്ളാം. പക്ഷെ ഓഫറാണ് ഇവിടെ. ഒരുപാട് ഓഫർ സാധനങ്ങൾ നല്ല വില കുറച്ച്. ഇതിപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് പോയി മേടിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും 300, 400, 500 ദിർഹം ആവുന്ന സാധനങ്ങളാട്ടോ. ഈ 40, 50 ദിർഹത്തിന് 200 രൂപയ്ക്ക് അകത്തേക്ക് കൊടുത്തേക്കുന്നത്. കൊള്ളാം. നമുക്ക് എന്തായാലും മേലിലോട്ട് പോവാം. നമുക്ക് ഇനി മുകളിലോട്ട് പോകാം. മുകളിലാണ് നമ്മുടെ അഡ്വഞ്ചർ പാർക്ക് സാധനങ്ങൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ മുകളിലാണ് ഉള്ളത്. ഫസ്റ്റ് വ്ലോഗായതുകൊണ്ട് എന്തൊക്കെ പറയണം, എങ്ങനെയൊക്കെ വീഡിയോ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ പരമാവധി നിങ്ങളാൽ കഴിയുന്ന സപ്പോർട്ട് ചെയ്യുക. പഠിച്ചു വരുവാണല്ലോ, പഠിച്ചു വരുന്ന കുട്ടിയായി. അപ്പോൾ നമ്മൾ അഡ്വഞ്ചർ സെക്ഷനിലെത്തി കേട്ടോ. ഇത് കാണുമല്ലോ ചേട്ടാ. ഇതുകൊണ്ട് പഴയ മറ്റേ പണ്ടത്തെ അറബിക് കൺട്രീസിലൊക്കെ വീഡിയോകൾ പോലെയൊക്കെ സെറ്റ് ചെയ്തേക്കാണ്. നല്ല പൊളി സാധനം. നല്ല രസമുണ്ട്. ഇവിടെ എന്തൊക്കെ ഗെയിം കളിക്കുന്നുണ്ട്. പിള്ളേർ ഗെയിം കളിക്കും സെക്ഷൻ. നമുക്ക് ഇതിനകത്ത് തേരാപ്പാര നടക്കാം. എന്തായാലും നമ്മളിതിനകത്ത് തേരാപ്പാര നടക്കണം. ചെക്കൻ വെടിവെക്കുക. തോക്കെടുത്ത് വെടിവെക്കാ. വെക്കറാവടി. പക്ഷേ നല്ല രസമുണ്ട്. ഇത് റോക്ക് ക്ലൈമ്പിന്റെ ഇത് മറ്റേ പൈസ കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ കയറുന്ന സമയമുണ്ടല്ലോ. മറ്റേ വള്ളിയിൽ തൂങ്ങി റോക്ക് ക്ലൈമ്പിംഗ് ആണ്. റോക്കല്ല, റോക്ക് ക്ലൈമ്പിംഗ്. നമ്മൾ ഒരു കൊച്ച് കയറിയിട്ടുണ്ട്. അതിന്റെ പരിപാടി എങ്ങനെയാണ്? നമുക്ക് ഇതിന്റെ മുകളിൽ കയറിയല്ല. എനിക്ക് പേടിയാ. എനിക്ക് പൊക്കം പേടിയാ. എനിക്ക് ഇതേപോലെയുള്ള പൊക്കം എനിക്ക് ഭയങ്കര പേടിയാ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെയുള്ള സാഹചര്യത്തൊന്നും മുതിരാത്തത്. ഒരു കൊച്ചു വെച്ചിട്ട് കയറുന്നുണ്ട്. ഇവരൊക്കെ ധൈര്യം കാണുമ്പോൾ എന്തായാലും നോക്കാം. ബെൽറ്റൊക്കെ ഇട്ട് ഇവിടെ ഒരുപാട് ഗെയിംസ് ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും വന്നിച്ചില്ലേ. പറയുമ്പോൾ ഇന്ന് ഞായറാഴ്ച കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇന്ന് ഫുള്ള് ലീവാണല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഇന്ന് കറങ്ങാനായിട്ട് ഇവിടെ വരും. ഇങ്ങനെയാണ് അപ്പൊ ആ കൊച്ച് കയറാൻ പോവാ കേട്ടോ. ആ കൊച്ച് മുകളിലോട്ട് കയറാനുള്ള പരിപാടിയാണ്. പുള്ളിക്കാരൻ എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഇന്ന് ബേക്കിന്ന് കൈവച്ച് പിടിക്കുക. പുള്ളിയുടെ റോപ്പ് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ. ഇത് കണ്ടിട്ട് എനിക്ക് ഇതിന്റെ മേലിൽ കയറാൻ തോന്നുന്നുണ്ട്. കയറിയാൽ നമ്മളൊക്കെ എനിക്ക് കാല് പെരുക്കും. ചെറിയ പൊക്കത്തിൽ കയറുമ്പോൾ തന്നെ കാല് പെരുക്കും. അതാ പിള്ള അപ്പൊ മേലെ വെച്ചേട്ടോ. അത് ഇത്രയും പൊക്കം കയറി കളന്നു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് പോവാം. ഇവിടെ നമുക്ക് പറ്റിയ പരിപാടിയൊന്നുമില്ല. ഇതെന്താ ജെരുദന്റെ പ്രതിമ.
ഗരുഡന്റെ കയ്യിൽ ഒലക്കൊക്കെ ഉണ്ടല്ലോ, ഒലക്കല്ലേ. ഇത് സംഭവം ഇതിനകത്തോട്ട് വഴിയാട്ടോ, ആർട്ട് ക്രാഫ്റ്റ്. ഇതിനകത്തോട്ടുള്ള വഴിയാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെ സംഭവം, കസേര, ചെയറ്, ഇത് സ്പൈഡർമാൻ്റെ എന്തൊക്കെ സാധനങ്ങൾ, ഒരു പിള്ളേർ വരച്ച സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ പിള്ളേർക്ക് പടം വരയ്ക്കാനും ഉള്ള പരിപാടിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കുറെ ഇവിടെ കപ്പ്, ഗ്ലാസ് കാര്യങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം. ലൈറ്റ് കാര്യങ്ങളൊക്കെ അതൊരു ഗുഹ പോലെ സെറ്റ് ചെയ്തേക്കാണ് കേട്ടോ അവിടെ. അയ്യോ കൊള്ളാം കേസ്. ഇവിടെ നമുക്ക് പറ്റിയ നമ്മളെ പറ്റിയ പരിപാടികളൊന്നും ഇല്ല. ഫുള്ള് കൊച്ചു പിള്ളേർക്കുള്ള പരിപാടികളാണ്. നമുക്കിതുപോലെ തേരാപ്പാര കറങ്ങി നടക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ എവിടെയോ ഒരു പാമ്പിനെയൊക്കെ വളർത്തുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. പാമ്പ് പറയുമ്പോൾ ഒരു പാമ്പിന്റെ ഒരു സാധനമുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് പോയി വരാം. അതിൻ്റെ പിള്ളേർക്ക് പടം വരച്ചെടുക്കുന്ന പരിപാടി. ഫ്ലൈയിങ് ഫിഷ്, ക്യാഷ്. ഇവിടെ ഒരുപാട് ഗെയിംസ് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പൊ ഇവിടെ അല്ല, ഇവിടെ നിന്ന് പുറത്തോട്ടിറങ്ങാനുള്ള വഴി തേടിക്കൊണ്ടിരിക്കുകയാണ് ഗെയിം. അങ്ങനെ ഞാൻ പുറത്തെത്തി. KFC, നമ്മുടെ ബർഗർ കിങ്, KFC റെസ്റ്റോറൻറ്റ്. ഇത് വള്ളം മറ്റേ ഇതാണ് പൈററ്റ്സ് ഓഫ് കരീബിയൻസ്. ഇതിൻ്റെ അകത്ത് മീനൊക്കെ ഉണ്ട് കേട്ടോ. മീൻ നമുക്ക് ഈ വള്ളത്തിന്റെ അകത്തോട്ട് കയറുക, ഇതിനകത്തോട്ട് കയറുക. ഇതിനകത്ത് വേല കയറുന്നല്ല, ഒരു ചില്ല് ചെയ്തോ. അതൊരു ഡോറായിരുന്നു കേട്ടോ. ഇതിന്റെ മോൾഭാഗമൊക്കെ തന്നെ ഡോറാട്ടോ. ഇതിപ്പുറത്ത് ഒന്ന് ഫുഡ് കോർട്ടിന്റെ അവിടെ തന്നെ വന്നിറങ്ങി. ഇതൊക്കെ തന്നെ കഴിച്ചു. ഇത് വേറൊന്നും ഇവിടെ സംഭവം ഇത്രേ ഉള്ളൂ. ഇവിടെ വേറെ ഇപ്പൊ കാണിക്കാൻ പറ്റൊന്നുമില്ല. അപ്പൊ പിന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ഇതിപ്പോ എന്തായാലും അത്യാവശ്യം അഡ്വഞ്ചർ, ഇപ്പൊ കൊച്ചു പിള്ളേർക്കുള്ള പരിപാടിയാണ് ഇവിടെ കൂടുതലുണ്ട്. നമുക്ക് ഒറ്റ പരിപാടിയൊന്നുമില്ല. എന്നാലും അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ എന്തായാലും മൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ബൈ ബൈ, ടാറ്റ, സീ യു.